അങ്ങനെ കുറച്ചു നാളത്തെ കാത്തിരിപ്പിന്റെയും കഷ്ടപ്പാടിന്റെയും എല്ലാം ഫലമായിട്ട് അവസാനം ഗൂഗിൾ ആഡ്സെൻസിൽ നിന്നും ഈ പിൻ വെരിഫിക്കേഷൻ ലെറ്റർ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇന്നലെ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ആ ഒരു സംഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ചെറിയ വീഡിയോ. അപ്പം ഇതെന്താ സംഭവം എന്നും ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്നൊക്കെ ഞാൻ പറയാം. അതിന് മുന്നിൽ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക കേട്ടോ. അപ്പം എന്താ സംഭവം എന്നും ഇതിനുള്ള പ്രയോജനം എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഏതൊരാളുടെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരിക്കും സ്വന്തം ചാനൽ ഒന്ന് മോണിറ്റൈസേഷൻ ചെയ്ത് എടുക്കുക, അതുപോലെ തന്നെ ചാനലിൽ നിന്നും ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം. അപ്പം നമ്മളിപ്പോൾ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഏകദേശം 4 മാസത്തോളം മിച്ചമായി, 4.25 മാസത്തോളമായി. അപ്പം നമുക്ക് 4.25 മാസം കൊണ്ട് ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്തു, ദൈവാനുഗ്രഹം കൊണ്ടും. പിന്നെ അതുപോലെ നമ്മൾ അതുപോലെ കഷ്ടപ്പെട്ടായിരുന്നു, ഒരുപാട് വീഡിയോസ് എടുക്കാൻ പോയി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും അതിനെല്ലാം ഫലമായിട്ട് നമ്മൾ ഏകദേശം 4 മാസത്തോളം മിച്ചമെടുത്ത് നമ്മൾ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഗൂഗിളിൽ നിന്നും ഗൂഗിൾ ആഡ്സെൻസിൽ നിന്നും നമുക്ക് അവസാനം കിട്ടുന്ന ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റെപ്പ് എന്ന രീതിയിൽ നമുക്ക് കണക്ക് കൂട്ടാം. ആ ഒരു സംഭവമാണ് ഈ ഗൂഗിൾ ആഡ്സെൻസിന്റെ ഈ ഒരു പിൻ വെരിഫിക്കേഷൻ ലെറ്റർ. അപ്പോൾ ഇതെന്താ സംഭവം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതിനു മുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ചാനൽ മോണിറ്റൈസ് ചെയ്താൽ ഉടൻ തന്നെ ആ ചാനലിൽ നിന്ന് നമുക്ക് ഏണിങ്സ് പ്രതീക്ഷിക്കേണ്ട. അപ്പം എല്ലാവരുടെയും വിചാരം അങ്ങനെയൊക്കെയാണ്, കുറേ വീഡിയോ ഇട്ടു ഉടനെ തന്നെ യൂട്യൂബിൽ നിന്ന് പൈസ വരാൻ തുടങ്ങും. അങ്ങനെയൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറേ വീഡിയോ ഇട്ടു, അപ്പോൾ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ച് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചവേഴ്സും 4000 പബ്ലിക് വാച്ചവേഴ്സും വേണം. എന്നാൽ മാത്രമേ നമുക്ക് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ കുറേ സംഭവങ്ങളുണ്ട്. മോണിറ്റൈസ് ചെയ്തതിന് മുമ്പ് നമ്മുടെ ചാനൽ ഫുള്ള് യൂട്യൂബ് ഒന്ന് നോക്കി കാണും, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എലിജിബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് തരത്തുള്ളൂ. അപ്പം അങ്ങനെയെല്ലാം കഴിഞ്ഞ് നമ്മൾ 4 മാസം കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചാനൽ നമ്മൾ മോണിറ്റൈസ് ചെയ്തു. അപ്പം അതിനുശേഷം നമുക്ക് പൈസ പെട്ടെന്ന് കിട്ടത്തില്ല. അതിന് മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ആഡ്സെൻസ്, അതായത് ഗൂഗിൾ ആഡ്സെൻസിന്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും തമ്മിൽ കണക്ട് ചെയ്തതിന് ശേഷം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മൾ ടാക്സ് വെരിഫിക്കേഷൻ ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പം അതിന് മുന്നിൽ നമ്മൾ ഗൂഗിൾ ആഡ്സെൻസിന്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അഡ്രസ്സ് നമ്മൾ കൊടുക്കണം. ഹൗസ് നെയിമും അതുപോലെ നമ്മുടെ പോസ്റ്റ് കോഡും എല്ലാം കൊടുത്ത്, ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, എല്ലാ കാര്യങ്ങളും കൊടുക്കണം. അപ്പം ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മുടെ ചാനൽ നമ്മൾ ഓൾറെഡി മോണിറ്റൈസ് ചെയ്യും. അപ്പം അതിനുശേഷം നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസിന്റെ അക്കൗണ്ടിൽ $10 ആയി കഴിഞ്ഞാൽ മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു സംഭവമാണ് ഈ സംഭവം. ഏതാണ്? ഗൂഗിൾ ആഡ്സെൻസിന്റെ ഈ പിൻ വെരിഫിക്കേഷൻ ലെറ്റർ. അതായത് ഇത് വരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗൂഗിൾ ആഡ്സെൻസിൽ നമ്മൾ ആ അക്കൗണ്ടിൽ കൊടുത്ത നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം വെരിഫൈ ചെയ്യാൻ വേണ്ടി ഗൂഗിൾ അയക്കുന്ന ഒരു സംഭവമാണിത്. അപ്പം അതെല്ലാം ശരിയാണോ, ഇങ്ങനൊരു വ്യക്തി ഉണ്ടോ, ഈ അഡ്രസ്സ് ഉള്ളതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഗൂഗിൾ ആഡ്സെൻസിൽ നമുക്ക് വരുന്ന ഒരു ലെറ്ററാണ്, പിൻ ലെറ്ററാണ് ഈ സംഭവം, ഇപ്പം എൻ്റെ കയ്യിരിക്കുന്ന സംഭവം. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു 6 ഡിജിറ്റ് കോഡാണ് എന്നെനിക്ക് തോന്നുന്നു. ഇപ്പം ഈ സംഭവം നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസിൻ്റെ നമ്മുടെ അക്കൗണ്ടിൽ കയറി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പം അങ്ങനെ കുറേ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനെല്ലാം ശേഷമാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ടാക്സ് ഇൻഫർമേഷൻ കാര്യങ്ങളെല്ലാം കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അക്കൗണ്ടിൽ $100 ആയതിനു ശേഷം മാത്രമേ നമുക്ക് ആ സംഭവം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ കുറേ കടമ്പകൾ കിടക്കണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ നിന്നും ഏണിങ്സ് ലഭിക്കുന്നതിന് വേണ്ടി. അപ്പം എന്തായാലും ഈ സംഭവമൊക്കെ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തു. ലാസ്റ്റായിട്ട് നമുക്ക് കിട്ടിയ ഒരു സംഭവമാണ്, ഗൂഗിളിൽ നിന്നും അയച്ചു വരുന്ന ഒരു സംഭവമാണ് ഈ ഒരു പിൻ ലെറ്റർ. അപ്പം ഏതൊരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ലെറ്റർ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ നമ്മുടെ പേരിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് വളരെ ഒരു നല്ല എക്സൈറ്റ്മെന്റും അതോടൊപ്പം തന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കാരണം എവിടെയോ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഗൂഗിളിൽ നിന്നും ഒരു ലെറ്റർ വരിക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരം തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം, അതായത് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ഒരു 4.25 മാസത്തോളം ആയതേ ഉള്ളൂ. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ടും നമ്മുടെ കഷ്ടപ്പാട് കൊണ്ടും, നിരന്തരമായ കഷ്ടപ്പാട് കൊണ്ടും നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ സാധിച്ചു. അപ്പം നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം, ഇതിൻ്റെ തന്നെ സംഭവം ഉള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ആ ഒരു സംഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എന്തിനു വേണ്ടി അന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ. ഇതിനെ തന്നെ സംഭവം നോക്കി ഒന്ന് ഇവിടെ കട്ട് ചെയ്യാനുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, സൈഡിൽ കാണാം. അപ്പം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം എന്താണ് ഇതിൻ്റെ അകത്ത് സംഭവം എന്ന് ഒന്ന് നോക്കാം.
ഇതാണ് ഇവിടെ സംഭവം. അപ്പോൾ ഞാൻ നമ്മുടെ ഡിജിറ്റ് ഈ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഡിജിറ്റ്. ഗൂഗിളിൽ നിന്ന് നമുക്ക് വന്ന ഡിജിറ്റ് വെരിഫിക്കേഷൻ ഡിജിറ്റ് ഇതാണ്. അപ്പം ഇത്രേ ഉള്ളൂ സംഭവം നിലവിൽ. അപ്പോൾ ഇത് ചിലർ കൈ കിട്ടുന്നവർ നടുവേലൊക്കെ വലിച്ചു കയറും. അങ്ങനെയൊന്നും ചെയ്യല്ലേ. ശരിക്കും ഈ ഡിജിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റീഅപ്ലൈ ചെയ്യേണ്ടി വരും. 2 തവണ നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് സെൻഡ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പം ഇത് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് എൻട്രി ചെയ്യേണ്ടത്, സംഭവ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കി വായിച്ച് അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ, അതായത് ഗൂഗിൾ ആഡ്സെൻസിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കണം. അപ്പം ഇതെല്ലാം ചെയ്ത് ഓക്കെ ആയതിനു ശേഷം മാത്രമേ നമുക്ക് ഗൂഗിളിൽ നിന്നും നമുക്കൊരു ഏണിങ്സ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്തതിനും വീഡിയോ കാണുന്നതിനും ഷെയർ ചെയ്യുന്നതിനും എല്ലാം ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും എല്ലാം വേണം. അപ്പം എന്നായാലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ. Meow.